വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടെന്നി ജോപ്പനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി. മല്ലേരി ശ്രീധരൻ നായർ നൽകിയ കേസിൽ നിന്നാണ് ടെന്നി ജോപ്പനെ ഒഴിവാക്കിയത്. കേസിൽ 3ാം പ്രതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെന്നി ജോപ്പൻ. സരിതാ നായർക്ക് പണം കൊടുക്കാൻ ജോപ്പൻ സമ്മർദ്ദം ചെലുത്തിയെന്ന മല്ലേരി ശ്രീധരൻ നായരുടെ മൊഴി പ്രകാരമാണ് ടെന്നി ജോപ്പനെ പ്രതി ചേർത്തത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഏക അറസ്റ്റായിരുന്നു ടെന്നി ജോപ്പൻ്റേത്. ഉമ്മൻചാണ്ടിയെ കരുവാക്കാനാണ്, ക്രൂശിക്കാനാണ് തന്നെ പ്രതിപ്പട്ടികയിൽ കൊണ്ടുവന്നത്, തന്നെ കരുവാക്കിയതെന്നാണ് ടെന്നി ജോപ്പന്റെ പ്രതികരണം. പറഞ്ഞില്ലേ, കഴിഞ്ഞ 13 വർഷമായി ഞാനും എന്റെ കുടുംബം അനുഭവിച്ച വേദനയ്ക്ക്, മനോവിഷമത്തിന് ബഹുമാനയുടെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ഉണ്ടായിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച എന്റെ അഡ്വക്കേറ്റ് സോണിയ ഈ കേസിന്റെ മെറിറ്റ് നോക്കി ഹൈക്കോടതി അപ്പീൽ വരികയും ഹൈക്കോടതി അത് മല്ലേരി ശ്രീധരൻ നായരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട്, കാര്യം കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് എനിക്കൊരു മോചനം തന്നിരിക്കുകയാണ്. അതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്താ സംഭവിച്ചതെന്നെല്ലാം നിങ്ങൾ പത്രക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്നെ ക്രൂശിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അവരെല്ലാവരും. എന്നെ ബലിയാടാക്കിക്കൊണ്ട് ശ്രമിച്ചതാണ്. പക്ഷേ അത് നടന്നില്ല. ഞാൻ 60 ജയിലിൽ കിടന്നത് അനുഭവിച്ച എന്റെ കുടുംബവും ഞാനുമാണ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, ഞാൻ ചെല്ലുന്നു, 11 മണി ചെല്ലുന്നു, അരമണി ചോദ്യം ചെയ്യുന്നു. എന്റെ ഇടയ്ക്ക് ഹേമേന്ദ്രൻ വന്ന് എന്തോ ചോദ്യം ചെയ്യുമ്പോൾ എന്നെ അടിക്കുന്നു. ഞാൻ സാർ എന്തിനാ അടിക്കുന്നത് ചോദിച്ചപ്പോൾ പുള്ളി മിണ്ടുന്നില്ല. 4 മണിയായപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയിട്ട് പറയുന്നു ജോബിനെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു, പോകുന്നു. ഞാൻ സംഭവിക്കാം. അപ്പോൾ ഞാൻ അറിയുന്നതിനെ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, എന്നോടൊന്ന് ചോദിച്ചു, ഞാൻ കറക്റ്റ് മറുപടി പറഞ്ഞു. പുള്ളി എന്നെ അടി അടിച്ചു. ഞാൻ ചോദിക്കുന്നു, സാർ എന്തിനാണ് ഞാൻ അടിക്കുന്നത്? അതിനകത്ത് ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കറന്നടിച്ചു. ഞാൻ എന്തായാലും 6ാം ക്ലാസ് മുതലേ KS പ്രവർത്തനം വളർന്നു, മാറിമാൻസ് കോളേജ് പഠിച്ചു, യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരുപാട് സമരങ്ങൾ ചെയ്തു, KS യുദ്ധം സമരം ചെയ്ത വ്യക്തിയാണ് ഞാൻ കോൺഗ്രസ് അല്ലെന്ന് ആരും പറയുന്നില്ലല്ലോ എന്തായാലും. പിന്നെ എന്റെ ഞാൻ പെൻഷന് വേണ്ടി ഇപ്പോൾ കൊടുത്തു. കാരണം എനിക്ക് 9 വർഷം ഞാൻ ജോലി ചെയ്താണ്. കഴിഞ്ഞ ഗവൺമെന്റ് എന്റെ പെൻഷൻ അപേക്ഷ തള്ളിക്കളഞ്ഞു. ഇപ്പൊ ഞാൻ വീണ്ടും പുതിയ ഗവൺമെന്റ് അപേക്ഷ കൊണ്ടിരിക്കുകയാണ്. പരിഗണിക്കുമെന്നാണ് വിശ്വാസം. അത് എനിക്ക് വേറെ മാർഗമില്ല, ജീവിത മാർഗമൊന്നുമില്ല. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇതേറെ വിവാദമായ സംഭവമായിരുന്നു ടെന്നി ജോപ്പൻ്റെ അറസ്റ്റ്. അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ തിരുവഞ്ചൂര് ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെന്നി ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നത്, അതും സോളാർ തട്ടിപ്പ് കേസിന്. വർഷങ്ങൾക്ക് ശേഷം ടെന്നി ജോപ്പനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. അത് കോടതിക്ക് പുറത്ത് ഒരു സെറ്റിൽമെൻറ്റ് നടന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? ടോം, ടെന്നി ജോപ്പനുമായിട്ടുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് മല്ലേരി ശ്രീധരൻ നായർ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിപട്ടികയിൽ നിന്നും ടെന്നി ജോപ്പനെ ഒഴിവാക്കാനുള്ള അനുമതി കോടതി നൽകുന്നത്. ടെന്നി ജോപ്പനുമായുള്ള പ്രശ്നങ്ങൾ കോടതിക്ക് പുറത്തു വെച്ച് പരിഹരിച്ചുവെന്ന് മല്ലേരി ശ്രീധരൻ നായർ വ്യക്തമാക്കി. പക്ഷേ അതേ മല്ലേരി ശ്രീധരൻ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അതായത് സരിതാ നായർക്ക് പണം നൽകാൻ ടെന്നി ജോപ്പൻ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ടെന്നി ജോപ്പനെതിരെ കേസെടുക്കുന്നതും. ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ആ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും ഓഫീസിൽ നിന്നും നടന്നിട്ടുള്ള ഏക അറസ്റ്റും ടെന്നി ജോപ്പൻ്റെതാണ്. കേസിലെ 3ാം പ്രതിയാണ് ടെന്നി ജോപ്പൻ. അത് ഈ മല്ലേരി ശ്രീധരൻ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നതും. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ഏക അറസ്റ്റ് ടെന്നി ജോപ്പൻ ആകുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കോന്നി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ്. കുറ്റപത്രം പിൻവലിക്കാൻ, അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ടെന്നി ജോപ്പൻ അപേക്ഷ നൽകിയിരുന്നതുമാണ്. എന്തായാലും നിലവിൽ ഈ 13 വർഷത്തിന് ശേഷമാണ് ടെന്നി ജോപ്പനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നത്. അതും ഈ പരാതിക്കാരനായ മല്ലേരി ശ്രീധരൻ നായരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ, അതായത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ നിന്നും പ്രതിപട്ടികയിൽ നിന്നും ടെന്നി ജോപ്പനെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിതാ നായർക്ക് പണം നൽകാൻ മല്ലേരി ശ്രീധരൻ നായർ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് ടെന്നി ജോപ്പനെതിരായി വന്നിട്ടുള്ള കേസ്. അതേസമയം ടെന്നി ജോപ്പന്റെ വേർഷൻ കൂടി കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വേണ്ടിയാണ് തന്നെ ബലിയാടാക്കിയത്, അത് താനും തന്റെ കുടുംബവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ടെന്നി ജോപ്പനെതിരെ ഉള്ള കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് മല്ലേരി ശ്രീധരൻ നായർ അറിയിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതി അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായത്.
അതിനുള്ള അനുമതി ഹൈക്കോടതി നൽകിയതും ഈ ഒരു സാഹചര്യത്തിലാണ്. 13 വർഷം നീണ്ട വലിയ ഒരു കോളിളക്കത്തിന് ശേഷമാണ് ടെന്നി ജോപ്പൻ ഈ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ടോം. എസ് ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെന്നി ജോപ്പൻ്റെ അറസ്റ്റ്. ഒടുവിൽ 13 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് ടെന്നി ജോപ്പനെ ഈ കേസിൽ നിന്നും, സോളാർ തട്ടിപ്പ് കേസിൽ നിന്നും, പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.